അപ്പോൾ ഞാൻ ഇന്ന് മേടിച്ച കണ്ടോ ഈ കളറാണ് വാങ്ങിച്ചത്. ഇതൊരു തരം എന്താ പറയുക, നമ്മൾ സ്ട്രോബെറി അല്ല, ഇത് വന്ന അത്തിപ്പഴം എന്ന് പറയും, ആ കളറാണ്. അത്തിപ്പഴത്തിന് ഈസ്റ്റ് വരെയുള്ള ഇത്രയുള്ള ഈ വഴിയോരത്തൊക്കെ ഇട്ട് വയ്ക്കുന്നില്ലേ, ആ കളർ. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് തരാം. നല്ല കളറും തരുന്ന കേട്ടോ. കുറച്ച് തേച്ചാൽ മതി കേട്ടോ ഗൈസ്, ഒരുപാടൊന്നും തേക്കണ്ട. ഓറയോ ഒരു കവറിൽ നമുക്ക് ഇത് ഓറാകുമ്പം ബഫ് ചെയ്തിട്ട് വേണ്ട നോർമലായില്ലേ, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നില്ലല്ലോ. ഇതാണ് ലിപ്സ്റ്റിക്കിൻ്റെ അളവ്. ഇത്രയും നമ്മൾ എടുത്ത് കളയണം. അപ്പോൾ നമ്മളെ ചുണ്ടിലിങ്ങനെ ഫ്ലെക്സിബിളായിട്ട് കിടക്കും. ഉണ്ട്, ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടോ കേട്ടോ ഈ ഷെയ്ഡ്. ഇത് നമ്മുടെ പിന്നെ എന്നിട്ട് ഇത് അത്തിപ്പഴത്തിൻ്റെ കായുടെ കളറാണ്. വൈൻ കളറൊന്നും പറയും. ഓക്കെ, വൈൻ കളറൊന്നും പറയും. അപ്പോൾ ഞാനിപ്പോൾ കടയിൽ പോയിട്ട് ഈ കണ്ണാടിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇരിക്കുവാണ്. അപ്പോൾ വാച്ചും മെക്കാനിക്കിന് കൊടുത്തു. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി ഷെയ്ഡ്? സാധാരണ ലിപ്സ്റ്റിക്ക് തേക്കുന്ന അത്ര നല്ലതല്ല. സപ്പോസ് വല്ല ഫങ്ഷനോ വല്ല കല്യാണത്തിനോ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ പോകുമ്പോൾ നമ്മൾ ചുണ്ടിങ്ങനെ നല്ലൊരു കളറിങ് ആയിട്ടിരിക്കാനാണ് ഒരു ലുക്ക്. ഈ ലിപ്സ്റ്റിക്ക് ഇടാൻ ഇഷ്ടമില്ലാത്തവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇടുന്നത് അത്ര നല്ലതല്ല, പക്ഷേ എന്നാലും എന്നും യൂസ് ചെയ്യരുത്, അത്രേ ഉള്ളൂ. അത് കെമിക്കലാണ്, അസുഖങ്ങൾ പലതും, തൊണ്ടയ്ക്ക് അസുഖം വരും, കുടലിന് അസുഖം വരും, എല്ലാം വരും. അപ്പം ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല. കാരണം എന്തെങ്കിലും റീൽസ് എടുക്കുമ്പോഴോ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഫങ്ഷന് പോകുമ്പോഴോ ഒക്കെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ എൻ്റെ ബോട്ടിലിൽ ഇപ്പോൾ ഏകദേശം 4ഓളം ഉണ്ട്. ഇപ്പോൾ പഴകിയ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ കളയാണ്ട് വെച്ചിരുന്നു. അതെടുത്ത് ചുണ്ടിൽ ഡയറക്റ്റായിട്ട് തേച്ചപ്പോഴാണ് ഈ ചുണ്ടൊരു മാതിരി നീറാൻ തുടങ്ങി. അപ്പോൾ അത് നമുക്ക് കളയേണ്ടതാണ്. ആ ലിപ്സ്റ്റിക്കിന് പകരമാണ് ഈ ലിപ്സ്റ്റിക്ക്, അതേ കളറിലുള്ള ഈ ലിപ്സ്റ്റിക്ക് വാങ്ങിയത്. ഉണ്ടല്ലോ, നമുക്ക് ക്വാണ്ടിറ്റി കുറച്ച് മതി. ഇത് അധികമൊന്നും യൂസ് ചെയ്യുന്നതല്ല. ഇതിപ്പോൾ കുറച്ച് ചെറിയ വിലയേ ഉള്ളൂ, അതുകൊണ്ട് ഇത് വാങ്ങിച്ച്. കുഴപ്പമില്ല. എൻ്റെ ലിപ്സ്റ്റിക്ക് ഇന്ന് മോളെടുത്ത് മുക്കിക്കൊണ്ടുപോയി അവളെ കോളേജിൽ പിള്ളേർ ഇട്ടും കൊണ്ട് ഇങ്ങനെ ഷൈൻ ചെയ്യണം. അവൾക്ക് ലിപ്സ്റ്റിക്ക് ഇടാൻ ഇഷ്ടമല്ല അവൾക്ക്. ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ എന്നോട് പറയും, എന്തിനാ അമ്മ ഇത് വരിയിടണേ? ഇന്ന് അവൾ എൻ്റെ വാസലി ഇതിൻ്റെ ചെറുതും എൻ്റെ കണ്ണിന് മുമ്പിച്ച് തന്നെ അടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് പറയാം, എൻ്റെ കോളേജിലെ പിള്ളേരെല്ലാം നല്ല പോലെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഇങ്ങനെ ഷൈനിങ് ആയിട്ട് നിൽക്കണു, അതുകൊണ്ട് എനിക്ക് അതുപോലെ നിൽക്കണം. കണ്ടുപിടി കേട്ടുപിടി. അത് യൂസ് ചെയ്യുന്ന ഇപ്പം നമ്മൾ റീൽസ് എടുക്കുമ്പോൾ തൽക്കാലം തേച്ചിട്ട് ഉടനെ മാച്ച് കളയണം. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല. വരുമ്പോൾ ഉപദേശിക്കണം എനിക്ക്. കുട്ടികൾ അങ്ങനെയല്ല. അവർ രാവിലെ പോയാൽ വൈകുന്നേരം വരെ ഇതിട്ടുകൊണ്ട് നിൽക്കുന്നത് അത്ര നല്ല ഏർപ്പാടല്ല. മനസ്സിലായില്ലേ? വായിലൂടെ ഇത് പകർന്ന് തൊണ്ടയ്ക്ക് വല്ല അസുഖങ്ങളും വരെ ഇതിലുള്ള കെമിക്കലുകൾ. അപ്പോൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്ന് വരട്ടെ, എന്നിട്ട് അതിനെ പിടിച്ചു വാങ്ങണം, എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കേ, അപ്പോൾ ടാറ്റാ, ലവ് യു.